ഹലോ ഗായ്സ്, ഡ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു കുളത്തിലാണ് മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത്. ഇവിടെ കട്ട്ള, റോഹു, അടത്ത് മീൻ ഇങ്ങനെയൊക്കെ തിലോപ്പിയുണ്ട്, നട്രയുണ്ട്. കടിച്ചു പൊടിച്ചു, നട്രയൊക്കെ എന്ന് പറഞ്ഞാൽ കടിച്ചു പൊടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചൂണ്ടയിലെത്തിരി കമ്പിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മീൻ പിടിക്കാൻ പോവാം. എൻ്റെ ഇവിടെ ചന്ദ്രണ്ണ വന്നിട്ടുണ്ട്, വലിയ നട്രയാണ് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും നോക്കാം. ഓക്കെ, വായോ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ചന്ദ്രൻ മാവ് വിളച്ചു തുടങ്ങി. മാവാണ് നമ്മൾ ഗോതമ്പ് മാവും മൈദയും കൂടെ മിക്സ് ചെയ്ത് ബ്രെഡ് ചേർക്കും. ഇതിൽ ബ്രെഡ് നമ്മൾ ചീത്തായ ബ്രെഡ് കടയിൽ നിന്ന് വാങ്ങിച്ച് അതാണ് നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത്. സെറ്റ് ചെയ്തിട്ട് മീൻ പിടിക്കാം. ഓക്കെ, നമുക്ക് ഈ നട്ടറയൊക്കെ പിടിക്കണമെങ്കിൽ ഈ വലിയ റോഡ് തന്നെ വേണം. 10 ഫീറ്റ് റോഡാണ്. ടെയിൽ വാക്കിൻ്റെ മാൻബിക്ക. ഇതിൽ ഉപയോഗിക്കുന്ന റീൽ വന്നിട്ട് കാൽഡിയ, ഡേവയുടെ കാൽഡിയ റീലാണ് 5000. ഇതിൽ ഉപയോഗിക്കുന്ന ബ്രൈഡ് ടെയിൽ വാക്കിൻ്റെ 30 LB ബ്രൈഡാണ്, 300 മീറ്റർ. ഡേവയുടെ കാൽഡിയ. എൻ്റെ സൗണ്ടൊക്കെ നല്ലൊരു ഭയങ്കര രസമാണ് കേൾക്കാം. ഉണ്ടോ, നല്ല റീലാണ്. നമുക്ക് മീൻ അത്യാവശ്യം മറിയുന്നുണ്ട്. അതിൻ്റെ ഭാഗത്ത് മീൻ മറിയുന്നുണ്ട്. നല്ല ആക്ടിവിറ്റി ഉണ്ട്. നമുക്ക് കിട്ടുമോ നോക്കാം. ലോക്ക് ഇതിലിടണം. നമുക്കിതിൽ സ്നാപ്പ് ലോക്ക് ചെറുത് നമുക്ക് ഇടണം. അതിനകത്ത് ഇട്ടിട്ട് നമ്മുടെ കങ്കൂസ് നൂലാണ് ഇത് കെട്ടുന്നത്. വേണ്ട, ഞാൻ പറഞ്ഞ പോലെ കമ്പി ഇട്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ നൂലൊക്കെ ഇത് കടിച്ച് പൊട്ടിച്ച് കളയും. കങ്കൂസ് നൂലൊക്കെ കടിച്ച് പൊട്ടിച്ച് കളയും. അപ്പം നമ്മൾ ഈ കമ്പി ഇട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. വേറെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനത് കെട്ടിയിട്ടുണ്ട്. ഈ വലിയ ചൂണ്ടയാണ്, 7 നമ്പർ ചൂണ്ട, ബ്ലാക്ക്. നല്ല ടൈറ്റാക്കി എടുക്കണം മാവ്. മാവ് സെറ്റ് ചെയ്ത് വയ്ക്കും. ഇതുവരെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെ സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വയ്ക്കണം. ഇത് നമുക്ക് എറിഞ്ഞാൽ പോകും. കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത നട്ടറയാണ് നമുക്ക് പിടിക്കേണ്ടത്. ഇത് അടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. എന്തിനാണോ നട്ടേടാ? പിന്നെ ഇത് ചുറ്റിയാണ്. ചന്ദ്രാണ് ചുറ്റിയാണ്. ഈ അടുത്തല്ല കുഴപ്പമില്ല. ശരി. വാള അടിച്ചിട്ടുള്ള വാള നട്ടയെന്നാണ് പ്രതീക്ഷിച്ചത്. ഇത്രയും സൈസ് വാളയായിരുന്നു കേട്ടോ. നമുക്ക് തൂക്കി തന്നെ തൂക്കിയെടുക്കാൻ പാടുണ്ട്. പോരിയല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് വാള കിട്ടിയിട്ടുണ്ട്. വാള സൈസ് തീരെ കൂടുതലൊന്നും വരില്ല. 2 കിലോ വരും. ഓക്കെ, നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. മീൻ ചെറുതായിട്ടൊന്നും മറിയുന്നുണ്ട്. കാസ്റ്റ് ചെയ്ത് നോക്കാം. സെറ്റിങ് കൊണ്ടുവന്നു. ഞാൻ പറയുള്ളൂ. മീനാ പിടിക്കത്തോ? ആവരിക്കാണ് അവിടെ.
അപ്പോൾ എന്തായാലും ചന്ദ്രൻ ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്, സിലോപ്പി കിട്ടുന്നുണ്ട്. വലിയ മീനൊന്നും എനിക്ക് അടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനും സിലോപ്പി പിടിക്കാൻ നോക്കാം. ഓക്കെ, നല്ല സൈസ് സിലോപ്പിയാണ് കേട്ടോ. ഒരു 400 ഗ്രാം ആ ടൈപ്പൊക്കെ വരും. അങ്ങനെ അൾട്രാറേറ്റ് റോഡിൽ സിലോപ്പി അടിച്ചിട്ടുണ്ട്. ട്രാക്ക് വെച്ച് പിടിക്കണം, അതൊക്കെ ഒരു രസം. അപ്പോൾ നമ്മൾ നിന്നെടുത്ത് മീൻ കിട്ടുന്നില്ല. നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോയി നോക്കാം, അവിടെ അതിൽ കിട്ടുമോ നോക്കാം. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണിത്. വ്യത്യസ്തമായിട്ടുള്ള കുമ്പളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് സ്ഥലത്തെത്താറായിട്ടുണ്ട്. വാ, ബ്രാല് കുഞ്ഞുമായിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. സിലോപ്പി, മൂന്നാമത്തെ സിലോപ്പി. ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മൾ അധികം നേരം നിൽക്കുന്നില്ല. മോളും വൈഫൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അധികം നമുക്ക് നിന്ന് മീൻ പിടിക്കാൻ പറ്റിയ സാഹചര്യമല്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇന്നത്തെ ഫിഷിങ് നിർത്തുകയാണ്. ഇന്നത്തെ വേട്ടയാണത്. നമ്മൾ ഫാമിലിയായിട്ടാണ് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു വാള കിട്ടിയിട്ടുണ്ട്. വാള 2 കിലോ വരും. പിന്നെ സിലോപ്പി അതൊരു 2 കിലോ അടുപ്പിച്ച് വരും. നമ്മുടെ ചന്ദ്രയാണെന്നും കൂടെ ഉണ്ടായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളതിൽ വരും. അപ്പോൾ അത് കാണുന്നതുവരെ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ബൈ.